ഹായ്, എല്ലാവർക്കും പത്തരമാറ്റിൻ്റെ പുതിയ കഥയിലേക്ക് സ്വാഗതം. അങ്ങനെ നയന അവാർഡ് വാങ്ങാൻ വിസമ്മതിച്ചതിൽ വിഷമിച്ച് നിൽക്കുകയാണ് ആദർശ്. പിന്നീട് ആദർശ് അച്ഛനെ കണ്ട് കാര്യം പറയുന്നുണ്ട്. എന്നിട്ട് ആദർശ് അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛനൊന്ന് അവളോട് സംസാരിക്കണം. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, നീ പറഞ്ഞിട്ടും കേൾക്കാത്തത് ഇനി ഞാൻ പറഞ്ഞാൽ കേൾക്കുമോ? അവൾ ഇങ്ങനെ പെരുമാറുന്നവളല്ലല്ലോ. ഇതിൻ്റെ പിന്നിൽ എന്തോ തക്കതായ കാരണമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും ഞാൻ പോയി അവളോട് സംസാരിക്കാം. എന്നിട്ട് ജയൻ നയനയുടെ കേബിനിലേക്ക് വരുന്നുണ്ട്. അച്ഛനെ കണ്ടത് നയന എഴുന്നേറ്റുകൊണ്ട് പറയുന്നുണ്ട്, അച്ഛൻ വന്നത് എന്തിനാണെന്നൊക്കെ എനിക്കറിയാം. എനിക്ക് ഈ അവാർഡ് വാങ്ങാൻ ഒട്ടും താല്പര്യമില്ല അതുകൊണ്ടാ. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, മോളെ, നമ്മുടെ പേരിൽ നോട്ടീസും ബോർഡും ഒക്കെ അച്ചടിച്ച് നമ്മൾ അതിൽ പങ്കെടുക്കാതിരിക്കുന്നത് മോശമല്ലേ? പ്രത്യേകിച്ച് മോളെപ്പോലെ ഒരു പെൺകുട്ടി അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. ഇനി ഇങ്ങനെ ഒരു അവാർഡ് വരികയാണെങ്കിൽ നീ വാങ്ങിക്കേണ്ട, പക്ഷെ ഇത്തവണ നീ പങ്കെടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ നയന പറഞ്ഞത് തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് താല്പര്യമില്ല അച്ഛാ. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, മോളെ, നീ ഇത് അവർ നിന്നെ അറിയിച്ച സമയം തന്നെ പറഞ്ഞിരുന്നെങ്കിൽ അതിലൊരു മാന്യത ഉണ്ടായിരുന്നു. അപ്പോൾ നയന പറയുന്നുണ്ട്, അത് എനിക്ക് പറ്റിയ ഒരു തെറ്റാണ് അച്ഛാ. പിന്നെ എന്നിട്ട് നയന ജയനോട് ചോദിക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ അമ്മയുടെ അടുത്ത കൂട്ടുകാരിയല്ലേ അച്ഛാ ഗ്രേസി ആൻറ്റി, നമുക്കിത് അമ്മയെ കൊണ്ട് വിളിച്ച് സംസാരിപ്പിച്ചാലോ, ഇതിൽ നിന്ന് എന്നെ ഒഴിവാക്കി തരാൻ? മോളെ, അപ്പോൾ ജയൻ പറയുന്നുണ്ട്, മോളെ, അവളിത് മുടക്കുമെന്നാണ് ഞങ്ങളൊക്കെ വിചാരിച്ചത്. എന്നിട്ട് ഇങ്ങനെ ഒരു ആവശ്യം അവളെ കൊണ്ട് പറയിപ്പിക്കണോ? മോൾ ഏതായാലും ഒന്നുകൂടി ആലോചിച്ചിട്ട് പറ എന്ന് പറഞ്ഞ് ജയൻ അവിടുന്ന് പോകുന്നുണ്ട്. അതിനുശേഷം നയന ചിന്തിക്കുന്നുണ്ട്, അച്ഛൻ ഒരിക്കലും എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കേണ്ടി വന്നിട്ടില്ല. സോറി അച്ഛ. അച്ഛൻ്റെ ഭാര്യയുടെ മനസ്സ് പിടിക്കാൻ ഇതല്ലാതെ വേറെ മാർഗമൊന്നും ഇല്ലാഞ്ഞിട്ടാണ്. പിന്നെ കാണിക്കുന്നത് വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ആൻമേരിയെയാണ്. ആൻമേരി ഇടയ്ക്കിടയ്ക്ക് ഫോണൊക്കെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ദേവയാനിയുടെ ഫോൺ വരുന്നുണ്ട്. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, ഇവിടെ എല്ലാവരും നിർബന്ധിച്ചിട്ടും അവൾ കേൾക്കുന്നില്ല മോളെ. അപ്പോൾ ആൻമേരി, ഇത് വലിയ കഷ്ടമായല്ലോ. ആൻറ്റിക്ക് വേണ്ടിയാണ് ഞാനും മമ്മിയും ഇത്ര വലിയ പ്രോഗ്രാം സംഘടിപ്പിച്ചത്. ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞാൽ അത് വലിയ കഷ്ടമാണ് ആൻറ്റി. ആൻറ്റിക്കല്ലേ ആൻറ്റിയുടെ മരുമകൾക്ക് ഇങ്ങനെ ഒരു പുരസ്കാരം കൊടുക്കണമെന്ന് നിർബന്ധം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നയന മേഡത്തിനെ കൊണ്ട് ആൻറ്റി നിർബന്ധിപ്പിക്കണം എന്നൊക്കെ പറയുകയാണ് ആൻമേരി. എന്തെല്ലാം അനന്ത സാധ്യതകളാണ് നയന മേഡത്തിനെ കാത്തിരിക്കുന്നത്. രാജ്യം കടന്ന് ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൽ വരെ പങ്കെടുക്കേണ്ട ആളായി ഒരു ചെറിയ അവാർഡ് വേണ്ട എന്ന് വെക്കുന്നത് ഇതൊരു തുടക്കമല്ലേ ആൻറ്റി? അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, മോൾ ഫോണ് വെച്ചോ, ഏത് വിധേനയെങ്കിലും ഞാൻ അവളെ കൊണ്ട് സമ്മതിപ്പിക്കും. എൻ്റെ മരുമകൾ അവാർഡ് വാങ്ങുന്നത് എനിക്ക് മറിഞ്ഞു നിന്നെങ്കിലും കാണണം എന്നും പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശിയെയാണ്. ദേവയാനി എന്തൊക്കെയോ തീരുമാനിച്ചുകൊണ്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ ഓരോരുത്തരും തന്നിഷ്ടത്തിന് തീരുമാനം എടുക്കാൻ തുടങ്ങി. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി ഇങ്ങനെ പറയാനെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അമ്മയ്ക്കറിയാമല്ലോ എൻ്റെ കൂട്ടുകാരിയെ, അവളും അവളുടെ മോളും ചേർന്നുള്ള സംഘടനയാണ് ഇപ്പോൾ അവൾക്ക് അവാർഡ് കൊടുക്കുന്നത്. പക്ഷെ അവൾ ഇപ്പോൾ ഡിമാൻഡ് ഇടുകയാണ്, അവൾക്ക് അവാർഡ് വേണ്ട എന്ന്. എല്ലാം ഏർപ്പാടാക്കിയതിന് ശേഷം അവൾ ഇങ്ങനെ പെരുമാറുന്നത് മോശമല്ലേ അമ്മേ? ഗ്രേസിയുടെ മോള് എന്നെ വിളിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അവൾക്ക് അവാർഡിനൊന്നും താല്പര്യമില്ല, എങ്കിലും ഞാൻ അവളോട് സംസാരിക്കട്ടെ. എന്നിട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ ആ ഫംഗ്ഷൻ്റെ നോട്ടീസൊക്കെ കണ്ടിരുന്നു? അപ്പോൾ ദേവയാനി വലിയ കാര്യമൊന്നും അല്ലാത്ത മാതിരി പറയുന്നുണ്ട്, ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല. ആൻമേരി എനിക്ക് അയച്ചു തന്നിരുന്നു, ഒന്ന് നോക്കി. അവരുടെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ ഞാനത് ഡിലീറ്റ് ആക്കി കളഞ്ഞു. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇതുകൊണ്ട് തന്നെയാണ് മോൾ അവാർഡ് വാങ്ങാൻ പോകാത്തത്. ഈ ലോകത്ത് എത്ര വലിയ അവാർഡ് കിട്ടിയാലും സ്വന്തം വീട്ടിൽ അത് അംഗീകരിക്കുന്നില്ല എങ്കിൽ അതിനെന്തെങ്കിലും മൂല്യമുണ്ടോ? അതും സ്വന്തം അമ്മ തന്നെ അത് താഴ്ത്തിക്കെട്ടുകയാണെങ്കിൽ ഒരു മരുമകൾക്ക് അത് സന്തോഷത്തോടെ വാങ്ങിക്കാൻ പറ്റുമോ? നിനക്ക് നയന മോളെ വിമർശിക്കാൻ 100 നാവാ. എന്നാൽ നിന്റെ ഭാഗത്തെ തെറ്റെന്താണ് എന്ന് നീ ഒരിക്കലും മനസ്സിലാക്കുന്നുമില്ല. നിന്റെ കൂട്ടുകാരിയും മോളും കൂടിയാ ഈ ഫംഗ്ഷൻ നടത്തുന്നത് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് നയന മോൾ ഇത് വേണ്ട എന്ന് പറയുന്നത്. നിന്നോടുള്ള ദേഷ്യം കൊണ്ടാണ്. ഈ അവാർഡിനെ പറ്റി അറിഞ്ഞപ്പോൾ തന്നെ നീ നേരെ പോയി നയന മോൾക്ക് കൈ കൊടുക്കണമായിരുന്നു, എന്നിട്ട് അവളെ അഭിനന്ദിക്കണമായിരുന്നു. അപ്പോൾ ദേവയാനി, അതിന് വേറെ ആളെ നോക്കണം അമ്മേ. എന്നാലും അവാർഡ് വാങ്ങാൻ വേറെ ആളെ നോക്കണമെന്നും മോള് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. സ്വന്തം തെറ്റ് മനസ്സിലാക്കാനും സ്വയം തിരുത്താനും ആരും തയ്യാറാകുന്നില്ല. എന്നിട്ട് അന്യൻ്റെ കുറ്റം കണ്ടുപിടിക്കാൻ വലിയ ഉത്സാഹവുമാണ്. ശരി, ഇനി ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ദേവയാനി
അവിടുന്ന് പോകുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിൽ ദേവയാനി പോകുന്നത് നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ഇനി മുത്തശ്ശി എന്തോ അറിഞ്ഞോ ആവോ അറിയില്ല. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജലജയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് മുത്തശ്ശിയും ദേവയാനിയും വരുന്നത് കണ്ടപ്പോൾ ജലജ അവരെ നോക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, അവൾ അവാർഡ് നിഷേധിച്ചു അല്ലേ? അല്ലെങ്കിലും അവളൊരു അഹങ്കാരിയാ. അർഹതയില്ലാത്തവർക്ക് ഇതൊന്നും കിട്ടരുത്. ഏട്ടത്തിയുടെ ഫ്രണ്ട്സും ചേർന്ന് നടത്തുന്ന സംഘടനയാ ഇത് എന്ന് അവൾക്കറിയാം. അതുകൊണ്ട് തന്നെ അവൾ ഇത് മനഃപൂർവ്വം ഏട്ടത്തിയെ നാണം കെടുത്തുകയാണ്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവളെ തിളപ്പിക്കുകയാണോ? അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അവൾ ചെയ്തത് ഒട്ടും ശരിയായില്ല അമ്മേ. അവസാന നിമിഷം അവൾ കലമുടക്കുകയാ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഓഫീസിൽ പോയ ജയനും ആദർശും നയനയും വരുന്നുണ്ട്. അവരെ കണ്ടപാടെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഇതൊക്കെ? മോൾ എന്തിനാ അവാർഡ് വേണ്ട എന്ന് പറഞ്ഞത്? അപ്പോൾ നയന പറയുന്നുണ്ട്, എനിക്ക് താല്പര്യമില്ല എന്നിട്ടാ മുത്തശ്ശി. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് നയനയോട്, താല്പര്യമില്ലെങ്കിൽ അത് അപ്പോൾ തന്നെ പറയണമായിരുന്നു. എല്ലാം ചെയ്തതിൻ്റെ ശേഷം ഇപ്പോൾ ഇങ്ങനെ ചെയ്തത് കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങൾക്ക് ചേർന്നതല്ല. എന്നിട്ട് മുത്തശ്ശിയും പറയുന്നുണ്ട്, ഏതായാലും നീ ചെയ്തത് ശരിയായില്ല മോളെ, നീ തീർച്ചയായും അവാർഡ് വാങ്ങിക്കാൻ പോകണം. അപ്പോൾ ജലജ നയനയെ കുറ്റപ്പെടുത്തുകയാണ്. അവൾ ഡിമാൻഡ് ഇടുകയാണ്, അവളെ നമ്മളെല്ലാവരും ഉന്തി തള്ളി പറഞ്ഞേക്കണം. പിന്നെ അമ്മ അവളുടെ കാലും പിടിക്കണം. അതിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, ഞാൻ ആരുടെ കാലും കയ്യും പിടിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ കാണിച്ചത് വലിയ നന്ദികേടായിപ്പോയി. അപ്പോൾ നയന പറയുന്നുണ്ട്, എനിക്കത്ര നന്ദികേടായിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ അമ്മയ്ക്കും എനിക്ക് അവാർഡ് കിട്ടുന്നതൊന്നും ഇഷ്ടമല്ലല്ലോ എന്ന് പറഞ്ഞ് നയന അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അവൾക്ക് എന്താ പറ്റിയത്? അവൾ ഇങ്ങനെയൊന്നും ചെയ്യുന്നതല്ലല്ലോ. അപ്പോൾ ജലജ പറയുന്നുണ്ട്, അതിനാ അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തരുത് എന്ന് പറയുന്നത്. എന്നിട്ട് ആദർശിനെ നോക്കി കൊണ്ട് പറയുന്നുണ്ട്, അവൾ ഇപ്പോൾ ഇവനേക്കാളും ഉയർന്നു പോയി. ഇനി കുറച്ചുനാൾ കഴിഞ്ഞാൽ അവൾ ഇവനെയും വേണ്ടാന്ന് വയ്ക്കും. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എനിക്കങ്ങനെ തോന്നുന്നില്ല. അവൾ ഈ കുടുംബത്തെ എത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് ആദർശ് റൂമിലേക്ക് പോകുന്നുണ്ട്. പിന്നെ മുത്തശ്ശി പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, ഈ വീട് ഇങ്ങനെ ആയിപ്പോയി. അല്ലെങ്കിൽ ഈ വീട്ടിലെ പെണ്ണുങ്ങളെല്ലാം ആ ഫംഗ്ഷനിൽ പോയി അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കേണ്ടതാണ്. അപ്പോൾ ജലജ, പിന്നെ ഒരു ലോക്കൽ അവാർഡ് കിട്ടിയതിന് ഞങ്ങളെല്ലാവരും പോകാൻ പോകുകയല്ലേ എന്ന് പരിഹസിക്കുന്നുണ്ട്. ഇത് കണ്ട് ദേവയാനിക്ക് സഹിക്കുന്നില്ല. ദേവയാനി മനസ്സിൽ പറയുന്നുണ്ട്, ആ അവാർഡ് നല്ലതാടി, ലോക്കൽ നീ വെറും ലോക്കൽ. പിന്നെ കാണിക്കുന്നത് ആദർശിനെയും നയനയെയുമാണ്. ആദർശ് നയനയോട് പറയുന്നുണ്ട്, നിന്റെ ഈ സ്വഭാവം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവരും ഇത്രയൊക്കെ പറഞ്ഞിട്ട് നീ എന്താ ഇങ്ങനെ ചെയ്യുന്നത്? ഒട്ടും ശരിയല്ലേ ഇത്. നീ എന്താ അമ്മയോട് വാശി തീർക്കുകയാണോ? ഗ്രേസി ആൻറ്റിയെയും മകളെയും ഇൻസൾട്ട് ചെയ്യുന്നത് അമ്മയെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, അവരൊരു തെറ്റ് ചെയ്തു ആദർശേട്ടാ. ഈ വിവരം ആദ്യം അവർ അമ്മയെ വിളിച്ചായിരുന്നു അറിയിക്കേണ്ടത്. അപ്പോൾ തന്നെ അമ്മ അത് മുടക്കിയേനെ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അത് അറിയാവുന്നത് കൊണ്ടാണ് അവരാദ്യം അമ്മയോട് പറയാതിരുന്നത്. എടി, നിൻ്റെ ഡിസൈൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇതാ പത്രക്കാരും വിളിച്ചിട്ടുണ്ട് നിൻ്റെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട്, അവരുടെ സപ്ലിമെൻറ്റിൽ കൊടുക്കാൻ വേണ്ടി. ഇനിയും നിനക്ക് പല അവാർഡും കിട്ടും. അതിനൊക്കെ നീ നോ പറഞ്ഞാൽ എല്ലാവരും നിന്നെ അഹങ്കാരി എന്ന് പറയും. അതിനിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ട ആദർശേട്ടാ എന്ന് ചോദിക്കുന്നുണ്ട് നയന. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നീ അവിടേക്ക് പോകണം. അപ്പോൾ നയന പറയുന്നുണ്ട്, എല്ലാവരും നിർബന്ധിക്കുന്നതുകൊണ്ട് ഞാൻ പോകാം. പക്ഷേ ആണുങ്ങൾ ആരും ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എൻ്റെ അമ്മ പങ്കെടുക്കുമോ? ഞാൻ ആദർശേട്ടൻ്റെ അമ്മയുടെ സ്വന്തം മരുമകളല്ലേ. അപ്പോൾ മരുമകൾ ഒരു അവാർഡ് വാങ്ങിക്കുമ്പോൾ അമ്മയും സാക്ഷിയാകേണ്ടേ? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇനി ഇതിനു വേണ്ടി ഒരു തർക്കം വേണം. അപ്പോൾ നയന പറയുന്നുണ്ട്, എന്നെക്കൊണ്ട് നിർബന്ധിച്ച് അവാർഡ് വാങ്ങിക്കാൻ ആദർശേട്ടൻ സമ്മതിപ്പിച്ചില്ലേ, അതുപോലെ ആദർശേട്ടൻ അമ്മയെയും നിർബന്ധിക്ക്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഞാൻ നിർബന്ധിച്ചാൽ അമ്മ വരുമായിരിക്കും, പക്ഷെ അത് അമ്മയ്ക്കൊരു തോൽവിയാകില്ലേ. അപ്പോൾ നയന പറയുന്നുണ്ട്, അപ്പോൾ ഭാര്യ എല്ലായിടത്തും തോറ്റു തരണം, അമ്മ എല്ലായിടത്തും ജയിക്കണം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇവിടെ നീ തോൽക്കുകയല്ലല്ലോ, ഇത് നിനക്ക് അഭിമാനമുള്ള കാര്യമല്ലേ. അവാർഡിന് നിനക്കൊരു മൊമെൻ്റ് ഒക്കെ കിട്ടും, നിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള മൊമെൻ്റ് ആയിരിക്കും അത് നമുക്കിവിടെ ഹാളിലൊക്കെ വെക്കാം. അപ്പോൾ എല്ലാവരും കാണും, എൻ്റെ അമ്മയും കാണും. അപ്പോൾ നയന പറയുന്നുണ്ട്, എന്നിട്ട് വേണം അമ്മ അതെടുത്ത് തല്ലി പൊട്ടിക്കാൻ, അല്ലെങ്കിൽ അതെടുത്ത് എൻ്റെ തലക്കിട്ട് തന്നെ എറിയും. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അമ്മ അങ്ങനെയൊന്നും ചെയ്യില്ല, നീ ഞാൻ പറഞ്ഞതുപോലെ ഫംഗ്ഷനിൽ പോയി അവാർഡൊക്കെ വാങ്ങിക്കുക, എന്നിട്ട് 2 വാക്ക് സംസാരിക്കുകയൊക്കെ ചെയ്യ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അതും പറഞ്ഞിട്ട് ആദർശ് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നയന ഇങ്ങനെ ഒരു ചെറിയൊരു വിജയഭാവത്തിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. ഇതോടെ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.